വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ പാറക്കുട്ടി റെഡി ആയി സെറ്റ് ആയി നിൽപ്പുണ്ട്. ഞാൻ റെഡി ആയിട്ടില്ല, ഓക്കെ. അപ്പൊ ഞാൻ എന്താണ് റെഡി ആവാത്തത് ചോദിച്ചാൽ കാർ ഒന്ന് കഴുകണം ഗൈസ്. അപ്പൊ നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. എന്താണ് പരിപാടി ചോദിച്ചു, ഷോപ്പിംഗ്, ഓണം ഷോപ്പിങ്ങിന് പോവാണ്. എനിക്കുള്ള ഡ്രസ്സും പാറയുടെ ഡ്രസ്സും ഒക്കെ ഓൾറെഡി സെറ്റാണ്. പക്ഷെ നമുക്ക് ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോകാൻ പോവാണ് ഗായ്സ്. ഈ ഷോപ്പിംഗ് എന്തായാലും ശരി, എന്ത് പരിപാടി, ഇപ്പൊ ക്രിസ്മസ് ആയിക്കോട്ടെ, റംസാൻ ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, എന്തായാലും ഒരു സന്തോഷമാണ് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. ഒരു വൈബാണ്, ത്രില്ലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഷോപ്പിംഗ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ കാർ ഒന്ന് കഴുകണം. കാറ് ഫുള്ള് പൊടി പിടിച്ച് കച്ചടയായിട്ട് കിടപ്പുണ്ട്. അപ്പം ജസ്റ്റ് കാറൊന്ന് കഴുകിയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാന്ന് കരുതി. പാറക്കുട്ടിക്ക് കുറച്ച് ഡാൻസ് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ പരിപാടി ഒരാൾ പഠിച്ചിട്ടില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് പാറക്കുട്ടി നേരത്തെ റെഡിയായി സെറ്റായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി കാർ കഴുകിയിട്ട് അപ്പൊ പാറക്കുട്ടി റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പൊ കഴുകിയിട്ട് വരാം ഗൈസ്. ഞാൻ എത്തുന്ന മുമ്പേ കാർ വാഷ് പരിപാടി തുടങ്ങി ഗൈസ്. അപ്പോൾ ഇനി എൻ്റെ കൈയും കൂടി ഒന്ന് വെച്ചാൽ മതി. ഗൈസ്, ഞാൻ വന്നപ്പോൾ കാറ് കഴുകൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കണ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അത് നിർവഹിക്കാമെന്ന് വിചാരിച്ചു. കാറ് കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ടോപ്പിൽ ബ്ലാക്കും ഗോൾഡൻ കളറും ഒക്കെ ഉള്ള ഒരു പ്രിൻ്റുള്ള ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ടോപ്പാണ്. പുതിയ ടോപ്പ് ആയതുകൊണ്ടുള്ള പട്ടി ഷോയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ചോദിക്കരുത്, ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ടോപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയിട്ട് വരാമേ. അപ്പൊ നമ്മളിതേ റെഡിയായി കാറിൽ കയറി സെറ്റ് ആയിട്ടുണ്ട്. ബാലരാമപുരം പോവാണ് കേട്ടോ. അവിടെയാണുള്ള കൈത്തറിയുടെ കുറേ ഐറ്റംസ് കിട്ടുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, പോയി നോക്കാം. എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ കാറ് സെറ്റാണ്, സെറ്റല്ലേ? എല്ലാവർക്കും എല്ലാവർക്കും വേണം, കാരണം നമുക്ക് രണ്ടുപേർക്കുള്ളത് ഓൾറെഡി എടുത്തു കേട്ടോ. അപ്പോൾ സെറ്റായി. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ വീട്ടിലോട്ട് പോകണ്ട, നേരത്തെ പോയി. ഓക്കെ. വിനായക ചതുർത്ഥിയിലെന്നാണ് പോയത്. അതുകൊണ്ട് തന്നെ റോഡിൽ ഇതേ നിറയെ ഗണേശന്റെ രൂപമൊക്കെ വെച്ചിട്ട് വണ്ടികൾ നിരനിരാന്ന് നിൽപ്പുണ്ടായിരുന്നേ. അപ്പം അത് കണ്ടുകൊണ്ട് പോകുന്നത് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ ഞങ്ങളൊരു ഹോട്ടലിലോട്ട് പോയി. കാരണം പാർക്കുട്ടി തളർന്നു പോയി, ക്ഷീണിച്ച്, വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോഴത്തേനാണ് കശു ഉറക്കം എണീറ്റത്. എന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലോട്ട് കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വരുന്ന സമയം കൊണ്ട് തന്നെ ലൈമും വന്നായിരുന്നു കേട്ടോ. പാർക്കുട്ടി ഒരു നോർമൽ ലൈമും ഞാനൊരു മിൻറ്റ് ലൈമും ആണ് ഓർഡർ ചെയ്തത്. നല്ല മധുരമുള്ള ലൈമായിരുന്നു കേട്ടോ. മിക്ക കടകളിൽ നിന്നും ലൈം വാങ്ങിക്കുമ്പോൾ മധുരം ഉണ്ടാവാറില്ല. ഇത്തവണ നല്ല മധുരത്തിൽ കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയായി അതിൽ കിട്ടിയപ്പോൾ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചില്ലി ചിക്കനും ആയിരുന്നു. കറികളൊക്കെ അത്രയ്ക്ക് അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അടിപൊളിയല്ല, ഓക്കെ കഴിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം എന്നേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വിശന്ന് കണ്ണ് കാണാൻ വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് 2 കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്. പിന്നെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഞാനും പാർക്കുട്ടി വർത്താനം പറച്ചിലായിരുന്നു കേട്ടോ. പോകുന്നതിനെ കുറിച്ചും അവിടെ നിന്ന് ആർക്കൊക്കെ ഡ്രസ്സ് എടുക്കണം, എങ്ങനത്തെയൊക്കെ ഡ്രസ്സ് എടുക്കണം എന്നതിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻ നടക്കുമായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഫുഡും കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ, ഫുഡല്ല കറി എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ചില്ലി ചിക്കൻ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഒരു കൺഫ്യൂഷനിലൊരു ചിക്കൻ പെരട്ട് വാങ്ങിച്ചു. ചിക്കൻ പെരട്ടെന്ന് പറയുമ്പോൾ ബിരിയാണിയുടെ കൂടെ കൊടുക്കുന്ന ചിക്കൻ കറി ഉണ്ടല്ലോ, അതിനെയാണ് എടുത്ത് ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. എന്നാലും വിശന്നിരുന്നത് കൊണ്ട് നല്ല കാര്യമായിട്ട് തട്ടിയേട്ടാ. അതേ പാറുക്കുട്ടി ഫുഡ് കണ്ടപ്പോഴത്തേനും ഒന്ന് ഓണായിട്ടുണ്ട്. താളന്നയ്യോ അയ്യേന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന കശിയാണ്. ഫുഡ് കണ്ടപ്പോൾ ചാടി എണീച്ചിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് കഴിക്കുന്നുണ്ട്. കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വർത്താനം പറച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നല്ല ഫ്രഷായിരുന്നു, പക്ഷെ എന്തോ അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല, അതായിരുന്നു പ്രശ്നം കേട്ടോ.
എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ബാലരാമപുരം വെച്ച് പിടിച്ച് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധികം ടൈം എടുത്തു, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് കൊണ്ട് എത്തേണ്ടതാണ്. കുറച്ച് ടൈം എടുത്തിട്ടാണ് എത്തിയത്. കണ്ടോ, ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ബാലരാമപുരം എത്തി. ചെന്ന് അവിടെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടാണ്. കാരണം നമ്മുടെ ചാലയിലോട്ടൊക്കെ കയറി പോയില്ലേ, തിരുവനന്തപുരം ചാലയിൽ, അതുപോലത്തെ ഒരു ഫീലാണ്. നിറയെ കൈത്തറിയുടെ കടകൾ മാത്രമേ ഉള്ളത്. ചെന്ന പാടെ ഞങ്ങളുടെ കണ്ണുടക്കിയത് ഈ കോളിഫ്ലവർ ഫ്രൈയിലോട്ടാണ് കേട്ടോ. അവിടെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു വയറ്റിൻ്റെ കാര്യം ആദ്യം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചു. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ കടകൾ നോക്കുകയാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്കൗണ്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി നോക്കി നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ടോയ്സിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. പാറക്കുട്ടിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാം ഒരു 100 രൂപ 200 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഞാനുണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ വിട്ടുപോയി ഗൈസ്. എനിക്കതിൽ പിന്നീട് എനിക്ക് വിഷമമായി. അവൾ എന്തായാലും ഓരോന്നും എടുത്ത് വെച്ചിട്ട് നല്ല ക്യൂട്ടല്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആ കടകളുടെ ഇടയിലായിട്ട് ഒരു വലിയൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. ഏത് അമ്പലമാണെന്ന് ഞാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ കയറി. അത്യാവശ്യം വലിയൊരു കടയിലോട്ടാണ് കയറിയത്. അവിടെ നിറയെ ഇങ്ങനെ സെറ്റ് മുണ്ടിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടല്ലോ സെറ്റ് മുണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ഇതുപോലെ നമ്മുടെ അനുശ്രീ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൊരു സെറ്റ് മുണ്ടുണ്ടല്ലോ ഇതുപോലത്തെ. അപ്പോൾ ഇതേ കണക്കത്തെ വാങ്ങിക്കണമെന്ന് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു. ചെന്ന പാടെ തന്നെ എനിക്കത് അവിടെ കിട്ടി. പക്ഷേ അവിടെ കളേഴ്സ് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു 1-2 കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ വേറെ അടുത്തൊരു കടയിൽ കയറിയപ്പോൾ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. റെഡ്, ബ്ലൂ, ഗ്രീന്, പർപ്പിള്, പിങ്ക്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗൈസ് നമ്മൾ സെറ്റ് മുണ്ട് വാങ്ങിച്ചേ 3 പേർക്കുള്ള. അപ്പോൾ അനുശ്രീയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെറ്റ് മുണ്ടിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അവർക്ക് അതിൻ്റെ 3 കളർ ചേഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സാരി നോക്കണം, പിന്നെ അച്ചാമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റ് മുണ്ട് നോക്കണം. അപ്പോൾ വേറെ കടയിൽ നോക്കാൻ തരും. നമ്മൾ ഇവിടെയുള്ള കടകൾ മുഴുവൻ കയറി ഇറങ്ങാനാണ് ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് അപ്പോൾ നമ്മളിവിടുത്തെ കടകൾ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. പിന്നെ ഫുഡ് അടിക്കുക, ഇടയ്ക്ക് വല്ലതൊക്കെ ഓക്കെ. അവിടുത്തെ കടകളൊക്കെ ഉണ്ടല്ലോ ഗൈസ്, കടകളല്ല വീടുകളാണ്. പണ്ടത്തെ ഈ ബ്രാഹ്മിൺസിൻ്റെ ഇല്ലൊക്കെ ഇല്ലേ, അതുപോലത്തെ ലുക്കിൽ വരുന്ന തരത്തിലുള്ള വീടുകളാണ് കൺവേർട്ട് ചെയ്ത് അവർ കടകളാക്കി വെച്ചേക്കുന്നത് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പം ഞാൻ വേറെ കടയിൽ കയറി ആദ്യക്കുട്ടേൻ്റെ ഷർട്ടും മുണ്ടും നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷെ അച്ചാമ്മയ്ക്കുള്ളത് അവിടെ നിന്ന് കിട്ടി കേട്ടോ. ചെറുതായിട്ട് ഗോൾഡനും കരയും കൂടി വരുന്ന തരത്തിലുള്ള സെറ്റ് മുണ്ട് കിട്ടിയ ഒരു പിങ്ക് അല്ല, ഒരു വാടാമല്ലി കളറുള്ളതാണ് കിട്ടിയത്. അച്ചാമ്മയ്ക്ക് ബ്രൈറ്റ് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ക്ഷീണിച്ചല്ലോ, ഷോപ്പിംഗ് നടത്തിയ പിന്നെ ക്ഷീണം പതിവാണല്ലോ. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചിട്ട് അടുത്ത കടകൾ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള സാരീസ് ഞാൻ നോക്കിയായിരുന്നേ. അപ്പോൾ ദേ ഒരു കുഞ്ഞുവാവ അവിടെ കിടന്ന് ഉറങ്ങുന്നത് നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. കുറേ സാരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കൊരു ഓണം വൈബ് തോന്നിയില്ല കേട്ടോ. നോർമൽ സാരീസ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇതുണ്ടല്ലോ കസവിൻ്റെ ടിഷ്യൂവിൻ്റെ സാരി എടുത്ത് കേട്ടോ. ഒരു മയിലിൻ്റെ ഡിസൈൻ വരുന്നതും ഒരു കൃഷ്ണനും രാധയുടെയും പ്രിന്റ് വരുന്ന തരത്തിലുള്ള 2 സാരീസ് എടുത്തു അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടി. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കട കയറിയപ്പോൾ ആദ്യക്കുട്ടനൊരു ഷർട്ടും ജുബ്ബയും മുണ്ടും കിട്ടിയായിരുന്നു കേട്ടോ. ആലിലയും ഓടക്കുഴലും ഇങ്ങനെ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു ഡ്രസ്സ് കിട്ടിയേ ഗൈസ്. അങ്ങനെ തണുന്നു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടാ. ഒരു ആമ്പിള്ളേരുടെ ആദ്യക്കുട്ടനുള്ളതും കിട്ടി. പക്ഷേ വലിയ ആൾക്കാർക്കുള്ളതൊന്നും എനിക്ക് ഇവിടെ ഉള്ളത് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കയറാനുള്ള കടകൾ മൊത്തം കയറി ഇറങ്ങി കിട്ടിയില്ല. അപ്പോൾ ഇനി നമുക്ക് വേറെ പോയി നോക്കാം. നാളെയോ ഇല്ലെങ്കിൽ ഇന്ന് പോകുന്ന വഴിക്ക് പറ്റുമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നാളെ നോക്കാം എന്നുള്ള പരിപാടിയാണ്. അപ്പം നമ്മളിനി തിരിച്ചു പോകാൻ പോവാണ്. ഗൈസ് നമ്മൾ പൂ വാങ്ങിക്കാൻ പോവാണ്. നാളെ പാറക്കുട്ടിക്ക് ഓണം സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വെക്കാനായിട്ട് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്.
പൂക്കൾ പല വെറൈറ്റിയിലുണ്ടെങ്കിലും പൂവിൻ്റെ വില കേട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല ഗൈസ്. പാർക്കുട്ടിയുടെ നാളത്തെ ഡ്രസ്സ് യെല്ലോ കളറിലെ വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് യെല്ലോ കളറിലെ പൂക്കൾ മതി എന്ന് പറഞ്ഞിട്ട് ദേ കുറച്ച് യെല്ലോ കളറിലെ പൂക്കൾ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജിപ്സും കൂടി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അത്തമിടാനുള്ള പൂക്കളൊന്നും നമ്മളിപ്പോൾ വാങ്ങുന്നില്ല, ഭയങ്കര വിലയാണ് ഗൈസ്. ഇത്രയും ജിപ്സത്തിന് 100 രൂപയാണ്, പൂവിന് 50 രൂപ അങ്ങനെയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ട് കുന്തം വിഴുകി നിൽക്കുകയാണ്. 2-3 എടുത്തിട്ടുണ്ട്. ഓണത്തിന് എടുക്കുന്ന ഡ്രസ്സാണ് ഇത്. ഷർട്ടിന്റെ സൈസ് അറിഞ്ഞൂടാ ഗൈസ്. എന്നിട്ട് അമ്മ കള്ളത്തിലൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു ചോദിച്ചാൽ അപ്പോൾ ഷർട്ട് എടുക്കട്ടെ. ഷർട്ട് നിരനിരാന്ന് അനിയന്മാർക്കും അച്ഛനും വേണ്ടിയിട്ടുള്ള ഷർട്ടും മുണ്ടും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സൈസ് അറിയില്ല. എനിക്ക് അങ്ങനെ ഷർട്ട് എടുത്ത് വലിയ പരിചയമില്ല. അപ്പോൾ കാണുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺ 2-3 എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലൈസ് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഒരുപാട് ഷർട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ ഓണത്തിൻ്റെ ഒരു വൈബുള്ളതല്ല എടുക്കുന്നത്, നോർമൽ കാഷ്വൽ ഡ്രസ്സാണ് എടുക്കുന്നത് കേട്ടോ. അത് 2-3 ഷർട്ട് ഫിക്സ് ചെയ്തിട്ട് പിന്നെ മുണ്ടിൻ്റെ സെക്ഷനിലോട്ട് പോയി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മുണ്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മുണ്ടിൻ്റെ ഈ കസവ് വരുന്നത്, കര വരുന്നത്, ഇത് ഇങ്ങനെ ഹാൻഡ് പെയിൻറ് ചെയ്തിട്ടുള്ള കുറേ ഹാൻഡ് പെയിൻറ്റ്സ് ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതായിട്ടൊന്നുമില്ല. അത് ഫ്ലവർ, പിന്നെ ശംഖ്, പിന്നെ ഹാഫ് ഫ്ലവർ, അങ്ങനെ ഗൈസ് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുത്ത് ആമ്പിള്ളേർക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത് ഫുള്ള് കാറിലിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും പാറും കൂടി മലബാർ വൈറ്റ്സിൽ കയറിയിട്ട് ഓരോ കോഫി, ചൂട് കോഫി വാങ്ങിച്ചങ്ങ് കുടിച്ചു കേട്ടോ. അപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചേ ഗൈസ്. അങ്ങനെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ എൻ്റെ പണി തീർന്നിട്ടില്ല. പാറക്കുട്ടിക്ക് നാളെ ഓണം സെലിബ്രേഷനാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഗൈസ്. എത്ര മണിയായി അറിയാവോ ഗൈസ്? ജസ്റ്റ് 12 മണി ആയതേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. ഇതാ കട്ട് പീസസ് ആയിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇന്നിനിപ്പോൾ എന്തായാലും പാറുവിന് ഇട്ട് നോക്കാൻ പറ്റുള്ളൂ. നാളെ രാവിലെ ഇട്ട് നോക്കാം. അപ്പോൾ പാറക്കുട്ടി പോയി കിടന്ന് ഇറങ്ങിക്കോ. ചിലപ്പോൾ ഞാൻ ഇട്ട് നോക്കാം, കാരണം ഇപ്പം ഞാൻ ഇങ്ങനെ പയ്യെ നടന്ന് നാളത്തെ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ തച്ച് തീരുമല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്. പക്ഷെ ഇത് ഫിനിഷ് ചെയ്ത് തീർത്തിട്ടേ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പാറു നാളെ എന്നെ വെട്ടും. നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് കുറേ പരിപാടിയുണ്ട്, തലമുടിയൊക്കെ കെടുത്തരണം. അപ്പം നാളെ സ്റ്റിച്ചിങ് നടക്കൂല. അപ്പം ഇന്ന് തന്നെ അമ്മക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡ്രസ്സസൊക്കെ അങ്ങനെ തന്നെ ഞാൻ ബെഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും അറേഞ്ച് ചെയ്തെന്ന് വെച്ചില്ല. അതിന് ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ. അപ്പോൾ സെപ്പറേറ്റ് ഒക്കെ ആക്കാനൊക്കെ സമയമുണ്ട്. ആ പരിപാടിയൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കും ഉടുപ്പ്. ഓക്കെ, പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടും പാറക്കുട്ടി ഉറങ്ങിയില്ല കേട്ടോ. അവളുടെ സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് തീരുന്നത് വരെ അവൾ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇതേ ബ്ലൗസും സ്കേർട്ടും ഒക്കെ സെറ്റായി കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. പാറക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. എത്ര ലേറ്റ് ആയാലും അവൾക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അത് സ്റ്റിച്ചിങ് ഫിനിഷായി ഇട്ട് നോക്കിയിട്ടേ കക്ഷി ഉറങ്ങാറുള്ളൂ കേട്ടോ. ഇനി കുറച്ച് സ്റ്റോൺ വർക്ക്, ഹാൻഡ് വർക്ക് ചെയ്യുവാണ്. കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ എടുത്തിട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടല്ലോ കുറച്ച് ഹാങ്ങിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കേർട്ടിൽ ഹൂക്ക് വയ്ക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ദാവണിക്കുള്ള ഷോൾ ഉണ്ടല്ലോ, അതൊന്ന് അയൺ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാനുള്ള പരിപാടിയാണ് ഫ്രണ്ടിൽ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്ലൗസിൻ്റെ ഏകദേശ പണികളും കഴിഞ്ഞു. അപ്പോൾ സെറ്റ് ഉറക്കം വരുന്ന കേസ് പോയി കിടന്നിറങ്ങട്ടെ.